ഗൈസ്, അങ്ങനെ അതിരടി എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. പടത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയാണ്, ഈ പടം ഈ ഈ പടം ശരിക്കും എനിക്ക് പറ്റിയ പടമാണ്. ഡെഫിനറ്റ്ലി മൈ കപ്പ് ഓഫ് ടീ. ഇതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന രീതിയും എന്ന് വെച്ചാൽ, ഈ പടം കഥയില്ല, എന്താ പറയുക, ലോജിക്കില്ല, ബ്രെയിനില്ല, അങ്ങനത്തെ ഒരു സിനിമയായിട്ടാണ് ടോട്ടലി ഫൺ പാക്ക് ചെയ്ത് എടുത്തിരിക്കുന്ന സിനിമയാണിത്. മൊത്തത്തിൽ അടിയും പിടിയും ബഹളവും കുറേ നേരം നമുക്കിരുന്ന് തിയേറ്ററിൽ പോയി അടിച്ച് പൊളിക്കാനുള്ള രീതിയിലുള്ള ഒരു സിനിമ. അപ്പോൾ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാണ്, ഇത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയ ഒരു അഭിപ്രായം മാത്രമാണ്. എൻ്റെ ഈ ഒരു അഭിപ്രായം കണ്ടുകൊണ്ട് നിങ്ങളിപ്പോൾ സിനിമയ്ക്ക് പോയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. കാരണം ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ കുറേ പരിപാടി അവർ പിടിച്ചിട്ടുണ്ട്. അതിൽ ചിലവർക്കൊക്കെ ഭയങ്കര ക്രിഞ്ചാവും, ചിലവർക്കൊക്കെ മതിയാവും, പടം വിട്ടൊക്കെ ഇറങ്ങി പോകാൻ തോന്നും. പക്ഷേ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തതേ ആ ഒരു രീതിയിലുള്ള ഒരു തേർഡ് ആക്ട് ആയിരുന്നു ഈ സിനിമേൻ്റെ. അപ്പോൾ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നവർ ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, നമ്മുടെ ഡെലൂലു, പിന്നെ സാറിൻ ഷിഹാബ് ഉണ്ട്, വിഷ്ണു അഗസ്ത്യയുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട് സിനിമയിൽ. ചെറിയ 2-3 ക്യാമിയോ ഒക്കെ, ദർശനൻ്റെ ചെറിയൊരു കഥാപാത്രം സിനിമയിലുണ്ട് തുടക്കത്തിൽ. പിന്നീട് ഒരു ക്യാമിയോ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, ആരും ടീസ് ചെയ്യരുത്. നല്ല ഫണ്ണായിട്ട് തന്നെ അവരതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നൈസായിട്ട് തന്നെ പോയിട്ടുണ്ട്. സിനിമ എഴുതിയിരിക്കുന്നത് അരുൺ അനിരുദ്ധനും പിന്നെ പോൾസൺ സ്കറിയുമാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരുൺ അനിരുദ്ധൻ തന്നെയാണ്. മച്ചാനെ അടിപൊളി സംഭവമായിരുന്നു. പിന്നെ ഈ സിനിമേൻ്റെ പോസിറ്റീവ് പറയുകയാണെങ്കിൽ അതിന് ഒരു മേജർ ഫാക്ടർ കൊടുക്കേണ്ടത് നമുക്ക് ഇതിൽ തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്, ടോട്ടലി ആ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആണ് കത്തിച്ചു വിട്ടിരിക്കുന്നത്. ഇവർ ഈ പടത്തിൽ പിടിച്ചിരിക്കുന്ന ലൈറ്റിംഗ് ആയാലും കളർ ഗ്രേഡിംഗ് ആയാലും എഡിറ്റിംഗ് ചമൻ ചാക്കോ മച്ചാൻ പൊളിച്ചു. പിന്നെ സിനിമാറ്റോഗ്രാഫി സാമുൽ ഹെൻറി എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. മ്യൂസിക് വിഷ്ണു വിജയ് ആണ്. അങ്ങനെ പല പല മേഖലകളിൽ കൂടി പടം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ബേസിലും പിന്നെ വേറെ കുറച്ച് പേരുണ്ട്. പിന്നെ അസോസിയേറ്റ് പ്രൊഡ്യൂസേഴ്സായിട്ട് ഉള്ളത് നമ്മുടെ സമീർ താഹിറും സമീർക്കയും ടൊവിനോ തോമസുമാണ്. പടം സത്യം പറഞ്ഞാൽ എനിക്ക് വർക്കായത്. ഈ സിനിമ ബേസിക്കലി പറയുന്ന ഒരു കോളേജ് ഫെസ്റ്റ്. ഇപ്പോൾ എല്ലാ കോളേജ് ഫെസ്റ്റിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുസാറ്റിൽ നടന്ന ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. ഒരു ഫെസ്റ്റ് നടത്തി അവിടെ കുറേ മരണങ്ങളൊക്കെ ഉണ്ടായത്. ആ ഒരു ബേസ് പ്ലോട്ടിലാണ് പടം തുടങ്ങിയിരുന്നത്. പിന്നെ അടിയും പിടിയും ടൊവിനോൻ്റെ കഥാപാത്രവും ഈ പടത്തിന് എനിക്ക് എന്താ പറയുക, ടുവേർഡ്സ് ഇൻ്റർവെൽ എന്താ പറയുക, ഈ പ്ലോട്ട് ട്വിസ്റ്റ് ആവുന്ന ഒരിടത്തു നിന്നാണ് എനിക്ക് പടം കംപ്ലീറ്റ്ലി എൻഗേജിങ് ആയി തോന്നിയത്. സെക്കൻഡ് ഹാഫ് വേറെ ലെവലായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഈ പ്ലോട്ട് ട്വിസ്റ്റ് ആവുന്നിടത്തു നിന്നാണ് എനിക്ക് സിനിമ ശരിക്കും വർക്കായത്. അത്ര നേരം എന്ന് പറയുമ്പോൾ പടം കുഴപ്പമില്ല. അവിടെ ഇവിടെയൊക്കെ കോമഡിയും കാര്യങ്ങളുണ്ട്. ബേസിൻ്റെ കുറേ കുസൃതിയും കുട്ടിത്തവും പരിപാടിയും കോളിളക്കവും. അതിനിടെ ടൊവിനോൻ്റെ ക്യാരക്ടറിൻ്റെ ആർക്ക് പിടിച്ചിരിക്കുന്ന അടിപൊളിയായിട്ടാണ്. പുള്ളി ഒരു ട്രിവാൻഡ്രംകാരൻ്റെ അണ്ണനാണ്, വെള്ളയാണി ശ്രീകുട്ടൻ. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഗുണ്ടയായിരുന്നു. പിന്നീടൊരു എന്താ പറയുക, ഗാനം എന്ന് പറഞ്ഞ രംഗത്തിലേക്ക് അരങ്ങേറാൻ വേണ്ടി നിൽക്കുന്ന ഒരു പുള്ളിയാണ്. എല്ലാം ഗുണ്ട പരിപാടിയെല്ലാം മാറ്റിവെച്ച് ആ ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് ടൊവിനോ ഈ സിനിമയെ പിടിച്ചിരിക്കുന്ന ഒരു വോയിസ് മോഡുലേഷൻ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് ശരിക്കും പുള്ളി നല്ലോണം ചെയ്തിട്ടുണ്ട്. ആ ഒരു കഥാപാത്രം നല്ല ഫണ്ണി ആയിരുന്നു. ആൻഡ് പിന്നീട് എന്താ പറയുക, വിനീത് ശ്രീനിവാസനും ഷാൻ റഹ്മാൻ രണ്ടുപേരെ അവരായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ കുറേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായി പടത്തിൽ. നമ്മുടെ ഷിബു നേരത്തിലെ ഷിബു, പിന്നെ നമ്മുടെ മറ്റേ ശാന്തിവിള ദിനേശ് അണ്ണനുണ്ട്. പിന്നെ മറ്റേ വിനീത് ശ്രീനിവാസൻ്റെ ഒരു ഡ്യൂപ്പ് മച്ചാനില്ലേ, ആ മച്ചാൻ്റെ പേര് ഞാൻ മറന്നുപോയി, മച്ചാൻ സിനിമയിലുണ്ട്. പിന്നെ അലമൻസിലെ നമ്മുടെ മച്ചാനുണ്ട്. അങ്ങനെ ഈ കുറേ പേരുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലൊക്കെ വെച്ച് അവർ ഒരു എന്താ പറയുക, നല്ലൊരു ട്രീറ്റ് ഒരുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ പക്ക എന്താ പറയുക, ഒരു കോമഡി സ്പൂഫ് മെറ്റീരിയൽ രീതിയിലുള്ള ഒരു സിനിമ. ഒരു രീതിയിലുള്ള ലോജിക്കോ ഒരു രീതിയിലുള്ള കഥയോ കഥാപാത്രങ്ങൾക്ക് ഒരു വിലയോ ഒന്നുമില്ല. എല്ലാവരും അടിച്ച് താങ്ങുന്നുണ്ട്. വിനീത് ശ്രീനിവാസന്റെ തന്നെ ഇട്ട് താങ്ങുന്നുണ്ട്. നമ്മളെ ബോബേരൊക്കെ കണ്ട പോലത്തെ ഒരു ഇൻസിഡൻ്റ് ഒക്കെ പടത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തോടെ. തിയേറ്ററിൽ നിന്ന് അടിച്ച് പൊളിച്ചാണ് ഞാൻ സിനിമ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ളൊരു സിനിമയാണ്, ഇങ്ങനത്തെ ഒരു സിനിമയാണെന്നുള്ള ഒരു ഇത് മൈൻഡിൽ വെച്ചിട്ട് പോവുക. ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായില്ല. അത് വേറൊരു വലിയൊരു ഉപകാരമായിരുന്നു എനിക്ക്. ട്രെയിലർ 2 ദിവസം മുമ്പ് എന്താണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഇത്ര ലേറ്റസ്റ്റ് സ്ഥിതിക്ക് ഇനി എന്തായാലും ട്രെയിലർ കാണുന്നില്ല, ഡയറക്റ്റ് സിനിമ കാണാൻ തന്നെ വിചാരിച്ചങ്ങ് പോയതാണ്. മോസ്റ്റ് അവൈറ്റഡ് പടമായിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ആയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പടത്തിനെ കുറിച്ചുള്ള എന്താ പറയുക, ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിച്ചുപൊളി പടം. എനിക്ക്
പണ്ട് തൊട്ടേ ഇങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഗൈസ്. സോ ദാറ്റ്സ് ഓൾ. ആൻഡ് കറുപ്പ് കാണുന്നുണ്ട്, കറുപ്പ് കാണണം. രാവിലത്തെ 9 മണിക്കുള്ള ഷോ ഒക്കെ അവർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ്, എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി വേണം ആ സിനിമ കാണാൻ. ഇതിൻ്റെ ഒരു പെയ്ഡ് പ്രീമിയർ ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷേ കാണാൻ പറ്റിയില്ല. എനിവേ അതിരടി പൊളിച്ചു. അടുത്ത ഇനി കറുപ്പ് കണ്ടിട്ട് അതിൻ്റെ ഒപ്പീനിയൻ പറയുന്നതാണ്. ബൈ ബൈ.